അതെ, ഇന്ന് പ്രണയദിനമാണല്ലോ, വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പം ഈ ദിവസം ഹലോ മലയാളത്തെ കൂടുതൽ പ്രണയാതുരമാക്കാൻ നമുക്കൊപ്പം ഒരു ക്യൂട്ട് കപ്പിൾ ഉണ്ട്. ഒരു മുഖപുരയും വേണ്ടാത്ത, കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടു പേർ. പേര് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ തെളിയുന്ന രണ്ട് മുഖം. മറ്റാരുള്ള ഡോക്ടർ പി സരിനും ഡോക്ടർ സൗമ്യ സരിനും രണ്ടുപേരും നമുക്കൊപ്പം ദേ ഹലോ മലയാളത്തിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ സരിൻ, ഡോക്ടർ സൗമ്യ സരിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. രണ്ടുപേർക്കും സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, താങ്ക് യു സേതു, താങ്ക് യു. ഓക്കെ, രണ്ടുപേരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം പറയാം. വാലന്റൈൻസ് ഡേ ആണ്, പക്ഷെ രണ്ടുപേരും രണ്ടിടത്താണ്. ഒരാൾ രാജ്യത്തും ഒരാൾ രാജ്യത്തിന് പുറത്തും ഇരുന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ പറയുമ്പോഴത്തേനും രണ്ടുപേരും അടുത്തില്ലാത്തൊരു വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ എങ്ങനെ ഈ ദിനം രണ്ടുപേരും ആഘോഷിക്കുന്നു? ഡോക്ടർ സരിനിൽ നിന്ന് തുടങ്ങാം. ഇത് എന്താ പറയാ, വിരഹത്തിന്റെ മൂന്നാമത്തെ വാലന്റൈൻസ് ഡേ വാർഷികമാണ്. ഇതുപോലൊരു വാലന്റൈൻസ് ഡേക്കാണ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് സമയം ഇവിടുന്ന് പോയി കളഞ്ഞത്. അങ്ങനെയല്ല, 2023 ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് 3 വർഷത്തേക്ക് ഇങ്ങനൊരു ശ്രമം നടത്തി നോക്കാമെന്നുള്ളത്. അപ്പോൾ മകളുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന ഒരു ചെറിയ പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് സൗമ്യ കേരളത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അത് മിഡിൽ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും എന്നുള്ളൊരു തീരുമാനത്തിലാണ് 3 വർഷം മുമ്പ് ഒരു വാലന്റൈൻസ് ഡേക്ക് സൗമ്യ ദുബായിലേക്ക് പോകുന്നത്. അതിനു മുന്നേയുള്ള 20 വർഷങ്ങളും ഈ 3 വർഷങ്ങളും ചേർത്ത് ഇതിപ്പോൾ 23 വർഷമായി. ഔദ്യോഗികമായിട്ട് 16, 17 എന്നൊക്കെ ആയിരിക്കും കാണുക എന്നുണ്ടെങ്കിലും ബാക്കി 5-6 വർഷങ്ങൾ പ്രണയിച്ച് നടന്നതിൻ്റെ ഒരു സുഖമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിഥികളായിട്ട് ഇവിടെ ഇരിക്കാൻ തന്നെ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ഡോക്ടർ സൗമ്യ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയത്തിന് ശേഷമുള്ള കല്യാണം? ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS പഠിക്കുന്ന സമയത്താണ് ഞാൻ സരിനെ പരിചയപ്പെടുന്നത്. അപ്പൊ പലരും വിചാരിക്കാറുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലായിരുന്നു എന്നാണ്. അങ്ങനെയല്ല, രണ്ടുപേരും 2 കോളേജിലായിരുന്നു. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് സരിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇത് ശീലമാണ്, ഇത് ഞങ്ങൾക്ക് ശീലമാണ്. അടുപ്പിച്ചുണ്ടാവണ്ട, തൊട്ടടുത്തുണ്ടാവണ്ട. അപ്പോ അങ്ങനെ ഞാൻ 3rd ഇയറുള്ള സമയത്ത് 2003 ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും 2001 MBBS ബാച്ചാണ്. ഞാൻ പരിയാരത്തും സരിൻ കോഴിക്കോടും ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2003 വളരെ ആകസ്മികമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും തമാശയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ലീഷേ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങ് മുന്നോട്ട് പോവുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ജീവിക്കാം എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. ഉണ്ടായിട്ടില്ലാന്നോ? എന്നെ എന്തൊക്കെ പറഞ്ഞു ഓടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ആദ്യത്തെ വാലന്റൈൻസ് ഡേ സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കും, ഏറ്റവും ആദ്യത്തെ വാലന്റൈൻസ് ഡേ. പിന്നെ നമ്മുടെ വാലന്റൈൻ ആയി കഴിഞ്ഞാൽ പിന്നത്തെ വാലന്റൈൻസ് ഡേ നമുക്ക് വലിയ ത്രില്ലില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. അത് നന്നായിട്ട് ഓർത്തതിന്റെ ഓർമ്മകൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അല്ല, ഇപ്പൊ ഈ വാലന്റൈൻസ് ഡേക്ക് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുക, റോസ് കൈമാറുക, അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തില്? ബെസ്റ്റ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ അങ്ങോട്ടാണ് വേണ്ടത്. അങ്ങോട്ട് പാസ്. ഡോക്ടർ സരിൻ പറയൂ, ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കൂ. ദുബായിൽ എത്തിയ ശേഷം ഞാൻ ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തു. പക്ഷെ എല്ലാ വർഷവും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല, അതാണ് കുഴപ്പം. എങ്കിൽ പോലും ഞാൻ എന്താ പറയാ, ഇത്തരത്തിലുള്ള കെട്ടുപാടുകളൊന്നും വിശ്വസിക്കാത്ത ആളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ നൈസായിട്ട് ഒഴിവാക്കാമല്ലോ അല്ലെ? നമ്മളൊന്നും ആഘോഷിക്കാറില്ല. അധികം ആളുകളുടെയും പരിപാടി അതെ. ആ ഒരു ഫേസില് നമ്മളെക്കാൾ കൂടുതൽ പൈങ്കിളിയാവുന്നത് ഇവരാണ് അല്ലെ? അതായത് ആ ഒരു പ്രണയത്തിന്റെ ഫേസില് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും വിശ്വാസമില്ല. പിന്നെ വളരെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഇതിലൊന്നും പിന്നെ വിശ്വാസമില്ല. മെച്ചൂരിറ്റി വരുന്നതാണ്. അത് സ്കൂട്ടാവില്ല, അല്ലെങ്കിൽ മടിയെന്നും പറയാം. തീർച്ചയായും ഞാൻ ഡോക്ടർ സൗമ്യക്കൊപ്പമാണ് ഈ കാര്യത്തില്. ഡോക്ടർ സൗമ്യയെ കാണുമ്പോഴത്തേനും എപ്പോഴും ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ 2 ചോദ്യങ്ങൾ. അതിൽ ഒന്ന്, എങ്ങനെയാണ് ഈ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ എനിക്ക് വേണ്ട ഉത്തരം എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഡോക്ടർ സൗമ്യയെ കാണാം. നമ്മളിപ്പോ ഈ സമയമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നു, ഇത്രയും സമയം പണിയെടുക്കുന്നു, ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനും സമയമില്ല. പക്ഷേ ഡോക്ടർ സൗമ്യക്ക് എല്ലാത്തിനും സമയമുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലായിടത്തും കറങ്ങാൻ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ നല്ല
ഹെൽത്തി സാധനങ്ങളൊക്കെ, ഹെൽത്തി സ്നാക്കൊക്കെ പാചകം ചെയ്യുന്ന കാണാം. ഇതെല്ലാത്തിനും കൂടെ എവിടുന്നാ സമയം കിട്ടുന്നത്? പാചകം ചെയ്യലില്ല കേട്ടോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് ഓടിക്കും. അല്ല, എനിക്ക് കണ്ടിരുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഒരു ബോൾ, ഒരു ഹെൽത്തി ബോളൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ? ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ നുറുക്കുപണികളൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ ഈ സമയം ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാ? ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള അനുവാദം എനിക്ക് തരണം. പറഞ്ഞോളൂ. ഡോക്ടർ സൗമ്യയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാനാണ്. ഡോക്ടർ സരിനാണെന്നാണോ? നമ്മുടെ ജ്യോതിക പറഞ്ഞ പോലെ പുരുഷൻ സന്തോഷം വെച്ചിരിക്കും എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സേതുലക്ഷ്മി, അത് ഒരു പരിധി വരെ നമ്മുടെ സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ 23 വർഷം, അതൊരു ചെറിയ കാലയളവല്ല. ഈ പ്രണയത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങൾക്കിടയിലുള്ള കെമിസ്ട്രിക്കും ഒക്കെ ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയ സമയത്തെ ബന്ധമല്ലായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു മീഡിയറ്റ് വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മോള് വന്നപ്പോൾ അതിന്റെ ഇക്വേഷൻസ് മാറി. അവള് വലുതായി, അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ കൂടെ തന്നെ നമ്മൾക്കും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ 23 വർഷത്തിൽ ഓരോ വർഷവും വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു നല്ല ഫേസിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. കുറച്ച്, അതായത് ഓരോ വർഷം കഴിയുന്തോറും അത് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് അത് ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അതിനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. എപ്പോഴും അതിന്റെ അർത്ഥം ഒരു പെർഫെക്റ്റ് ബന്ധമാണെന്നോ ഞങ്ങൾ തമ്മിൽ അടികൂടാറില്ല എന്നോ ഒന്നുമല്ല. എല്ലാം ഉണ്ട്, അടിയും പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഉള്ളൊരു ബന്ധം തന്നെയാണ് ഞങ്ങളുടെയും. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന പോലെ പരസ്പരം ഒന്ന് സന്തോഷമാക്കി വെക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏത് പ്രശ്നമാണെങ്കിലും അത് സോൾവ് ചെയ്യുക, സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ പോവുക, അത് ഞങ്ങൾ രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് എത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ജീവിക്കുക. ഇത്രയൊക്കെ സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഹാപ്പിയായി സൗന്ദര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനി ടൈം മാനേജ്മെന്റ് കൂടി പറയൂ, അതെങ്ങനെയാ ഇത് എല്ലാത്തിനും കൂടെ സമയം കണ്ടെത്തുന്നത്? എനിക്ക് സമയം അധികമാണ് ആക്ച്വലി. എല്ലാവർക്കും ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലെ എനിക്ക് അതിന്റെ അതിനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറയണം. കാരണം എല്ലാ സ്ത്രീകൾക്കും എന്നെ പോലെ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം എനിക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ട്. സപ്പോർട്ട് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അച്ഛൻ, എന്റെ സഹോദരൻ, എന്റെ മോള് സരിൻ, പിന്നെ വീട്ടിലെ എനിക്ക് സഹായത്തിന് എന്റെ കൂടെ എത്രയോ കാലമായിട്ട് നിൽക്കുന്ന വത്സൽ ചേച്ചി. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അത് ബൈ ലക്ക്. എന്റെ അമ്മേനെ പറഞ്ഞില്ല. സത്യമാണ് കേട്ടോ, സരിന്റെ അമ്മ, ഞാനത് പറഞ്ഞു വന്നപ്പോ വിട്ടുപോയതാണ്, സരിന്റെ അമ്മ. അപ്പോ ഇവരെല്ലാവരും ഇപ്പൊ ഞാനൊരു യാത്ര പോകണമെന്ന് പറയാണ് 10 ദിവസം. അപ്പൊ ഇനിയും ഞാൻ ഈ മാസം അവസാനവും യാത്ര പോവാണ്. നമുക്ക് അങ്ങ് ഇവിടുന്ന് കെട്ടും പെറുക്കി പോയാൽ മതി. അപ്പോ അതിന് എന്താണോ നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട്, അത് ഇവരെപ്പോഴും എന്നോട് ഒരിക്കലും ഞാൻ പോവാണെന്നേ പറയാറുള്ളൂ. അത് ആരടുത്താണെങ്കിലും പോട്ടെ എന്ന് ഞാൻ ചോദിക്കാറില്ല. അതിലുള്ള ഒരു സ്വാതന്ത്ര്യം, അതൊരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ഒരു തീർച്ചയായും ഡോക്ടർ സൗമ്യ, അത് തന്നെയാണ് ഒരു വിവാഹിതയായ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഡോക്ടർ സരിൻ, വാലന്റൈൻസ് ഡേ ആണല്ലോ, വാട്ട് ഈസ് ലവ്? യോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തലമുറയുടെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് അറിയില്ല. നമുക്ക് നമ്മുടെ തലമുറയുടെ പ്രണയത്തിന്റെ ഡെഫിനിഷനേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് അൺകണ്ടീഷണലായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാളോടുള്ള നമ്മുടെ ഇഷ്ടത്തെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് പ്രണയം എന്ന് പറയുന്നത്. ആ ഇഷ്ടം റെസിപ്രൊക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതിൻ്റെ നിർബന്ധമില്ലാതെ, അത് വളരെ എന്താ പറയുക, വളരെ അൺകണ്ടീഷണലായിട്ട്, ഒരു കെട്ടുപാടുകളുമില്ലാതെ, ഒരു മുൻവിധികളുമില്ലാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ മനസ്സിനെ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥയുടെ പേരാണ് പ്രണയം. ആ പ്രണയം പലതരത്തിൽ പല രീതിയിൽ നമുക്ക് പല കാലങ്ങളിലാണ് അനുഭവപ്പെടുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ടീനേജിൻ്റെ അവസാനവും എൻ്റെ 20s തുടക്കത്തിലുമൊക്കെ ഞാൻ വിശ്വസിച്ച് ഇപ്പോഴും പാലിക്കുന്ന പ്രണയത്തിൻ്റെ ഡെഫിനിഷൻ. ഈ പൂക്കി ജനറേഷന്റെ പ്രണയത്തിന്റെ ഡെഫിനിഷൻ എനിക്കറിയില്ല. മോള് പഠിപ്പിച്ചു തരാൻ ശ്രമിക്കാറുണ്ട്, ഞാൻ നിന്നു കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ ഡോക്ടർ സരിൻ, ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, വർഷങ്ങൾ പ്രണയിച്ച് നടന്നവരാണ്, അതിനുശേഷം വിവാഹിതരായാലോ എന്ന് ചിന്തിക്കുന്നു, വിവാഹം കഴിക്കുന്നു, ഇത്രയും വർഷം വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നു, ഒരു കുഞ്ഞതിഥി നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ട്. അപ്പോൾ ഒരു പ്രണയിതാവിൽ നിന്ന് ഒരു ഭർത്താവായപ്പോൾ അങ്ങേക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
പ്രണയത്തിന്റെ ഒരു സ്വാഭാവിക കൾമിനേഷൻ അല്ല വിവാഹം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു വെക്കുകയാണ്. അത് അങ്ങനെ അല്ലാതെ സംഭവിക്കാം, അത് പലതരത്തിലായിട്ട് അത് സംഭവിക്കാം. നമ്മൾ ഇപ്പോഴത്തെ കാലത്തിൽ തേച്ചിട്ട് പോവുക എന്ന് പറയുന്ന പ്രയോഗമാവാം, വളരെ മാന്യമായി രണ്ടുപേര് പിരിയുന്നതാവാം, വിവാഹശേഷം പിരിയുന്നതാവാം, അങ്ങനെ പലതരത്തിൽ അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഇവല്യൂഷൻ, അതിൻ്റെതായ പരിണാമങ്ങൾ സംഭവിക്കും. എൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ 6-7 വർഷത്തെ പ്രണയത്തിനൊടുവിലുള്ള വിവാഹം എന്ന് പറയുന്നത് സൗമ്യയ്ക്കും എനിക്ക് ഏകദേശം ഒരേ പ്രായമാണ്. അപ്പോൾ സൗമ്യയ്ക്ക് പ്രായമേറി വരുന്നു എന്നും എനിക്ക് പ്രായം ആയിട്ടില്ല എന്നും സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടി വരുന്നത്. പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി എടുക്കുന്ന തീരുമാനമാണ്. നമ്മുടെയൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടും തുടർന്ന് അങ്ങോട്ട് കരിയറുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളാണ് ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിലും പിന്നെ ഞാൻ സിവിൽ സർവീസിലേക്ക് എഴുതിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയിച്ചിരുന്ന സരിൻ പ്രണയം മാത്രം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഭർത്താവ് എന്നുള്ളതിലേക്കുള്ള ഒരു സ്റ്റാറ്റസിന്റെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണത്. അത് ഭാര്യയുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളല്ല, ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങളാണ് എന്നാണ് എൻ്റെ ഡെഫിനിഷൻ. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ പലപ്പോഴൊക്കെ പറയുന്നത് പോലെ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ഈ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആണല്ലോ നമ്മുടെ. അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെയുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ വിവാഹം ഉണ്ടാവുന്നത്. 2009 നടന്ന വിവാഹവും 2016 വാലന്റൈൻസ് ഡേക്ക് ഇടയിൽ 17 വർഷത്തോളം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ കണ്ട് ശീലിച്ച രീതികളിലാവുക എന്നുള്ളതിനേക്കാൾ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ നന്നായിട്ട് അതിനെ കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരങ്ങളായിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായും. ഡോക്ടർ സൗമ്യ, ഇപ്പം ഡോക്ടർ സരിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഡോക്ടർ സരിൻ്റെ ജീവിതത്തിലടക്കം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന, അതായത് ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലും ഒക്കെയും നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു നിമിഷമായിരുന്നു പോയ വർഷങ്ങളൊക്കെയും. ഈ നിങ്ങൾ ആദ്യം ഒരുമിച്ച് പഠിക്കുന്നു, അതിനുശേഷം ഒരേ പ്രൊഫഷനിൽ പോകുന്നു. അങ്ങനെ പോകുന്ന ഒരാൾ എൻ്റെ ചിന്ത അല്ലെങ്കിൽ എൻ്റെ ജോലി ഇതല്ല, ഞാനൊരു പൊതുപ്രവർത്തകനാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിലേക്ക് മാറുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഘട്ടത്തിൽ എൻ്റെ ഡോക്ടർ സൗമ്യയ്ക്ക് തോന്നിയൊരു കാര്യം, ഒപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെ നിർണായകങ്ങളായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഘട്ടത്തിൽ അതിനെ എങ്ങനെയാണ് ഡോക്ടർ സൗമ്യ ഹാൻഡിൽ ചെയ്തത്? എങ്ങനെയാണ്? കാരണം സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെയും ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഇപ്പൊ സരിന്റെ അത് നിങ്ങൾക്കും ഒരു പരിധി വരെ അറിയാലോ. 2016 മുതലുള്ള ജീവിതം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിന് മുമ്പേ ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോ സിവിൽ സർവന്റ് ആയിരുന്ന ഒരു ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സെറ്റിൽഡ് ആയി എന്ന് കുടുംബങ്ങൾ വിശ്വസിച്ചിരുന്നിരുന്ന ഒരു അവസ്ഥ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അറിയാം, സരിൻ എന്നോട് പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിയായി ഒതുങ്ങിക്കൂടാൻ എനിക്ക് താല്പര്യമില്ല, സിവിൽ സർവീസ് ആണ് എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ഒരു സർട്ടൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി രാജിവെക്കും. എനിക്ക് ആത്യന്തികമായിട്ട് എനിക്ക് പൊളിറ്റിക്സ് ആണ് എൻ്റെ ഒരു താല്പര്യമുള്ള വിഷയം. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒബ്വിയസ്ലി അന്നത്തെ ഒരു പ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളെ പോലെയൊന്നും അല്ല. ഞാനിപ്പോ സരിനോട് പറയാറുണ്ട്, എന്റെ മോൾക്ക് ഇപ്പൊ ഈ ഒരു 2026 ഓഗസ്റ്റിൽ 14 വയസ്സാവുകയാണ്. അവളിപ്പോ ഈ ഒരു 13.5 വയസ്സിൽ അവൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവളുടെ ഒരു തോട്ട് പ്രോസസ്സ് എനിക്കൊരു 25 വയസ്സിൽ അല്ലെങ്കിൽ 30 വയസ്സിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളമാണ് ഇന്നത്തെ കുട്ടികളുടെ ചിന്തകൾ. അവർ വളരെ പ്രോഗ്രസീവാണ്, അപ്പോ വളരെ മെച്ചുവേർഡാണ് ഒരു ഇൻ സം സെൻസ് ലൈക്ക്. പക്ഷെ അന്ന് ഇപ്പോ എന്റെ കല്യാണം കഴിയുന്നത് ഏകദേശം 25-26 വയസ്സിലാണ്. മോളുണ്ടാവുന്നത് 2012, 3 വർഷത്തിന് ശേഷമാണ്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ മണ്ണാർക്കാട് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ കാണുന്ന കാര്യങ്ങൾ, അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവാണ്. ഞാൻ വീട്ടിൽ കാണുന്ന എന്റെ അച്ഛനമ്മ അങ്ങനെയൊക്കെയാണ്. എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും വർക്കിംഗ് ആണ്. പക്ഷെ അച്ഛനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അച്ഛനാണ് ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ലീഡിംഗ് റോള്. അപ്പോൾ അമ്മ അതിന്റെ താഴെ നിൽക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ അതിന്റെ താഴെ. നമുക്ക് മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ശീലവും ഇല്ല. അപ്പോ ഇതൊക്കെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മാഡത്തിനെ സമ്മതിക്കണം, ഇത്രയും ധൈര്യമായിട്ടുള്ളൊരു തീരുമാനം, അങ്ങനെ സാറിന്റെ പിന്നിൽ കട്ടക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര നുണയാവും. ഞാൻ അങ്ങനെ കട്ടക്ക് നിന്നു, ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുത്തു. അത് പെട്ടെന്നൊന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് വളരെയധികം സമയം എടുത്തിട്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് സരിനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. സേതുലക്ഷ്മിക്ക് ആലോചിച്ചറിയാലോ, നമ്മളൊരു 2 വീട്ടുകാര്, ഒരു 2 പേര് നല്ല രീതിയിൽ, ഞാൻ ഡോക്ടറായിട്ടും സരിൻ സിവിൽ സർവന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. മോളായി ഞങ്ങൾ ആ സമയത്ത് കർണാടക ബാംഗ്ലൂരാണ്. അപ്പോ പെട്ടെന്ന് ജോലി വിടുക എന്നൊക്കെ വീട്ടുകാർക്ക് തന്നെ അത്
അക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? എനിക്ക് പേടിയായിരുന്നു, എനിക്ക് സൊസൈറ്റീനെ പേടിയായിരുന്നു. ഞാൻ എന്താണ് വീട്ടുകാരോട് പറയാ, ഞാൻ എന്താണ് ഈ സൊസൈറ്റിയോട് പറയാ, സരിൻ ജോലി വിട്ടാൽ ഞാൻ എങ്ങനെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകും, ഞാൻ എങ്ങനെ മോളെ നോക്കും, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പരമാവധി ശ്രമിച്ചു. അങ്ങനെയുള്ള ഒരു ഫേസ് ഞങ്ങളുടെ ഇടയിൽ വർഷങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞ സമയത്ത് ഒരു തിരിച്ചറിവാണത്. കുറെ സമയം കഴിയുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വരും. അതായത് ഒരാളെ അയാൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ പിടിച്ചു നിർത്തുക. അതിപ്പോ ബന്ധങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ. ഒരു ബന്ധത്തിലും നമ്മൾ ഒരാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയില്ലേ, നമുക്കുള്ളതാണെങ്കിൽ അത് തിരിച്ചു വരും, അതിനെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് വേണ്ടത് എന്നുള്ളത്. അത് വലിയൊരു സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നിനെയും പിടിച്ചു വെച്ചാൽ, അതിപ്പോ ഞാൻ ശ്രമിച്ചത് സരിനെ ആ ജോലിയിൽ പിടിച്ചു വെക്കാനും ആ ജീവിതത്തിൽ ആ ഒരു സോക്കോൾഡ് സെക്യൂർഡ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുമായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഞാനൊരു സരിനെ ഒരു സരിൻ എന്ന് പറയുന്ന വ്യക്തിനെയാണ് ഇഷ്ടപ്പെട്ടത്. ആ വ്യക്തി കുറെ മാറുന്നുണ്ട്, അതായത് കുറെ സഫോക്കേറ്റഡ് ആവുന്നുണ്ട്. ആ വ്യക്തി ഹാപ്പി അല്ലാത്ത ആ വ്യക്തിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും അൺഹാപ്പിയാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം ഒന്നുകിൽ സരിൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, എങ്കിൽ മാത്രമേ ആ പഴയ സരിൻ തിരിച്ചു വരുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി, ഈ സൊസൈറ്റീനെ ബോധിപ്പിക്കാനുള്ള ജീവിതമാണല്ലോ നമ്മളിൽ നല്ലൊരു ശതമാനവും. ഞാനും അതിന് ശ്രമിച്ച ഒരാളാണ്. പക്ഷെ അതിൽ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ് സരിന്റെ ജോലി വിടുക എന്നുള്ളൊരു തീരുമാനം. അതിനുശേഷം 2016 ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. പിന്നെ അതിനുശേഷം പതുക്കെ നമ്മൾ ആ ഒരു ധൈര്യം ആർജിച്ച് വരികയാണ്. അതായത് നമ്മൾ ആ റോൾ ഏറ്റെടുക്കുന്നു, കുടുംബത്തിന്റെ ഗൃഹനാഥയിൽ നിന്ന് ഗൃഹനാഥയിലേക്ക് ആ റോൾ ഷിഫ്റ്റ് ചെയ്യുന്നു. പതുക്കെ നമ്മൾ ആ ഒരു റോളിലേക്ക് ഞാൻ പതുക്കെ അങ്ങ് ഫിറ്റ് ഇൻ ചെയ്തു. ഡോക്ടർ സരിൻ, ഇത്രയും അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ മനസ്സിലാക്കുന്ന, അങ്ങയ്ക്കൊപ്പം നിൽക്കുന്ന ഈ ഭാര്യയോട് ഈ വാലന്റൈൻ ദിനത്തിൽ അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോ ഈ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, സൗമ്യയുടെ അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേക്ക് മാത്രമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, താങ്ക് യു ഫോർ ബീയിങ് മൈ പാർട്ട്ണർ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനും കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനം ഒരാളുടെ ജീവിതത്തിൽ. അത് പ്രണയബന്ധങ്ങളിലോ വിവാഹബന്ധങ്ങളിലോ മാത്രമല്ല, ഏത് ബന്ധത്തിലും, സഹോദര ബന്ധങ്ങൾ മുതൽ അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും വരെ ഈ മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനുള്ള വേവ് ലെങ്ത്തിൽ നമ്മൾ വന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ പ്രായം അതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ആ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ആ തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുമ്പോഴും രണ്ടുപേരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ വെച്ചായിരിക്കും അവിടേക്ക് എത്തിച്ചേരുന്നത്. അതിലും ചിലപ്പോൾ ചില ഫ്രിക്ഷനൊക്കെ ഉണ്ടാകാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ പ്രണയ ദിവസങ്ങളിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് തിരികെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അന്ന് കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും ഇഷ്ടപ്പെട്ടതും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനാണ് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വരും. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നും നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടായാൽ അതൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം എന്നുള്ളതാണ്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അവനവനോടുള്ള ആത്മാർത്ഥതയും അവനവനോടുള്ള ഉത്തരവാദിത്വവും നിറവേറ്റുമ്പോൾ മറ്റൊരാളോടുള്ള ആത്മാർത്ഥതയും മറ്റൊരാളോടുള്ള ഉത്തരവാദിത്വവുമായി അത് തന്നെ മാറുമെന്നാണ് എൻ്റെ ജീവിതാനുഭവം. 42 വയസ്സിനുള്ളിൽ അത് മനോഹരമായി പാലിക്കാൻ തരുന്ന അവസരത്തിന് സൗമ്യയ്ക്ക് വീണ്ടും നന്ദി. ഓക്കെ ഡോക്ടർ സൗമ്യ, രണ്ടുപേരും രണ്ടിടത്താണ്. തിരിച്ച് പ്രിയതമനും കൂടെ ഒരു വാലന്റൈൻസ് ഡേ വിഷസ് പറയൂ. വാലന്റൈൻസ് ഡേ വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശീലമൊന്നും ഞങ്ങളുടെ ഇടയിൽ ഇല്ല. കാര്യം കുറച്ചു മുമ്പ് ചോദിച്ച പോലെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടികൾ എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാനതും എന്നെ സംബന്ധിച്ച് പ്രണയം എപ്പോഴും പൈങ്കിളിയാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതെല്ലാ സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും 99%. പക്ഷെ അങ്ങനെയുള്ള ശീലങ്ങൾ ഞങ്ങൾക്കിടയിൽ വളരെ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളൂ. അല്ലാതെ എല്ലാ വർഷവും അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പോവും അല്ലെ. ഓരോ ദിവസവും നമുക്ക് എപ്പോഴും എല്ലാവരുടെയും സഹായം വേണം അല്ലെങ്കിൽ സപ്പോർട്ട് വേണമെന്നില്ല. നമ്മുടെ 365 ദിവസത്തിൽ ചിലപ്പോൾ 300 ദിവസങ്ങളും നമുക്ക് തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് എന്താ പറയാ സഞ്ചരിക്കാനുള്ള ഒരു ഊർജ്ജം നമ്മൾ തനിയെ തന്നെ ഉണ്ടാവും. പക്ഷെ ചില ദിവസങ്ങൾ, ചില നിമിഷങ്ങൾ നമുക്ക് അതിന് പറ്റാത്ത അവസരങ്ങൾ വരും. അപ്പോ നമ്മളൊന്ന് കണ്ണടച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സംശയമില്ലാതെ ഇപ്പൊ ഞാൻ ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാളെ എനിക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക്, അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു അൺകണ്ടീഷണൽ ആയിട്ട്, ഞാൻ എന്ത് പ്രശ്നത്തിൽ പോയി ചാടിയാലും, ഞാൻ എന്ത് തെറ്റ് സോക്കോൾഡ് എന്ത് മിസ്റ്റേക്ക് ചെയ്താലും, ഞാൻ എന്ത് ചെയ്താലും ഈ മനുഷ്യൻ എന്നെ വിട്ടുപോവില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ ചിലപ്പോൾ അത് കഴിഞ്ഞ് ചീത്ത പറയുമായിരിക്കും, പക്ഷെ ആ പ്രശ്നത്തിൽ എന്റെ കൂടെ
ആ മനുഷ്യൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിട്ട് പ്രണയം. സരിൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അങ്ങനെ ഒരു വ്യക്തിയാണ്. അതായത് എനിക്ക് കണ്ണടച്ച് പറയാൻ പറ്റും ഈ ഒരു നിമിഷത്തിൽ ഞാൻ എന്തെന്നെ ഒപ്പിച്ചാലും ആ മനുഷ്യൻ എന്നെ എന്തായാലും ആ നിമിഷത്തിൽ വിട്ടുപോയില്ല. അതിനുശേഷം ചിലപ്പോൾ എനിക്ക് കിട്ടും, പക്ഷെ എന്തായാലും അപ്പൊ കൂടെ ഉണ്ടാവും. അതാണ് എന്റെ പ്രണയം. സോ അതായതിന് വളരെയധികം നന്ദി. അത് ഭയങ്കര ഫോർമലാണ് എങ്കിൽ പോലും താങ്ക് യു. ഓക്കെ, അപ്പം ഒരുപാട് വിശേഷങ്ങൾ രണ്ടുപേരോടും ചോദിക്കാനുണ്ട്, പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു നാൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസമാകട്ടെ, നല്ലൊരു വർഷമാകട്ടെ. സേതുവിന്റെ വാലന്റൈനോട് പറയാനുള്ളതും പറയാം. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പം പ്രണയം രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇനിയും കൂടുതൽ 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 പൂത്തുലയട്ടെ, അതിമനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം നമുക്കൊപ്പം ജോയിൻ ചെയ്തതാണ്. താങ്ക് യു സേതു. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു.